الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്ത്രീകളുടെ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നാം സംസാരിച്ചിരുന്നത്. ഇന്ന് സ്ത്രീകളുടെ രാഷ്ട്രീയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ ഒരു തുടർ വിഷയം എന്ന രീതിയിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ സ്ത്രീകളുടെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നമ്മുടെ മതസാമുദായിക വൃത്തങ്ങളിലും കുടുംബ ഗ്രൂപ്പുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ ആദാബുകൾ പാലിക്കാതെ മുസ്ലിം സ്ത്രീ പുരുഷന്മാർ ഒരുമിക്കുകയും ആഭാസകരമായ രീതിയിൽ നൃത്തം ചെയ്യുകയും ചെയ്യുന്നതെല്ലാം, അത്തരത്തിലുള്ള വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ചർവണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. ഈ വിഷയത്തിൽ നമ്മുടെ മുമ്പിൽ രണ്ട് തീവ്ര നിലപാടുകളുണ്ട്. ഈ രണ്ട് തീവ്ര നിലപാടുകളുമല്ല നമ്മുടെ നിലപാടെന്ന് പറയുന്നത്. ആ തീവ്ര നിലപാടുകളിൽ ഒന്ന്, സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തെ അഥവാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന മതപൗരോഹിത്യത്തിന്റെ യാഥാസ്ഥിക നിലപാടാണ്. ആ നിലപാട് നമ്മുടേതല്ല. രണ്ട്, ലിബറലിസത്തിന്റെ നിലപാടാണ്. രാഷ്ട്രീയ രംഗത്തുള്ള സ്ത്രീ പുരുഷന്മാരുടെ ഇടപഴകലിന് യാതൊരു നിയന്ത്രണവും വേണ്ടതില്ല. സാമൂഹിക ജീവിതത്തിൽ സ്ത്രീ പുരുഷന്മാരുടെ ഇടപഴകലിന് യാതൊരു നിയന്ത്രണവും വേണ്ടതില്ല എന്നാണ് മുതലാളിത്ത ലിബറലിസം സിദ്ധാന്തിച്ചിട്ടുള്ളത്. പക്ഷേ അത് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ചില വിശ്വാസികളും അങ്ങനെ പറയാണ്, ആ ലിബറലിസ്റ്റ് വാദഗതി. രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള മര്യാദകളൊന്നും വേണ്ടതില്ല, സ്ത്രീ പുരുഷന്മാർക്ക് എങ്ങനെയും ഇടപഴകാവുന്നതാണ്. യഥാർത്ഥ വിശ്വാസികളല്ല, ചില നാമമാത്രമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഏതായാലും അത് ഇസ്ലാമിന്റെ നിലപാടല്ല, അത് ലിബറൽ നിലപാടാണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ്, ഈ രണ്ട് തീവ്ര ധ്രുവങ്ങൾക്കും ഇടയിലാണ് ഇസ്ലാമിന്റെ സ്ത്രീപക്ഷ വായന എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ സ്ത്രീകളുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. രാഷ്ട്രീയമടക്കമുള്ള എല്ലാ മേഖലയിലും ദീനുണ്ട്. അതെല്ലാം തന്നെ ദീനിന്റെ വിശാലമായ ഉള്ളടക്കത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട്
സ്ത്രീകൾക്കും രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും ആകാവുന്നതാണ്. സ്ത്രീകൾക്ക് സാമൂഹിക രാഷ്ട്രീയ പങ്കാളിത്തം ആകാവുന്നതാണ് എന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ ശരിയായ നിലപാടെന്ന് പറയുന്നത്. പക്ഷേ അത് ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ടാവണം. സതുദ്ദേശപരമല്ലാതെ രാഷ്ട്രീയത്തെ സമീപിക്കുന്നതിനെ കുറിച്ചല്ല നാം പറഞ്ഞത്. അത് പുരുഷന്മാർക്കും പാടില്ല, സ്ത്രീകൾക്കും പാടില്ല. ദുരുദ്ദേശപരമായിട്ടുള്ള രാഷ്ട്രീയ സമീപനങ്ങൾ, ആ രീതിയിൽ ആ ഒരു മനസ്സോടുകൂടി രാഷ്ട്രീയത്തെ സമീപിക്കാൻ ഇരുകൂട്ടർക്കും പാടില്ല. മറിച്ച് ജനസേവനത്തിനുള്ള ഒരു വഴിയായി രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണുക എന്നത് പുരുഷൻ എന്നതുപോലെ സ്ത്രീക്കും ഒരു പുണ്യകർമ്മം തന്നെയാണ്. സ്ത്രീയുടെയും പുരുഷന്റെയും പുണ്യകർമ്മങ്ങൾക്കിടയിൽ യാതൊരു വിവേചനവും ഉണ്ടാവേണ്ടതില്ല എന്ന് വളരെ കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാൻ, അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച അള്ളാഹുവിന്റെ വചനം, ഖുർആനിക വചനം. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി, നിശ്ചയം മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, സത്യവിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരും, സത്യവിശ്വാസികളും വിശ്വാസിനികളും, വൽ ഖാനിതീന വൽ ഖാനിതാത്തി, അള്ളാഹുവിന് കീഴ്പ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും, വസ്വാദിഖീന വസ്വാദിഖാത്തി, സത്യസന്ധരായ സ്ത്രീകളും പുരുഷന്മാരും, വസ്വാബിരീന വസ്വാബിറാത്തി, ക്ഷമാലുക്കളായ സ്ത്രീകളും പുരുഷന്മാരും, വൽ ഖാശിഈന വൽ ഖാശിആത്തി, അല്ലാഹുവിനോട് ഭയഭക്തി കൈകൊള്ളുന്ന സ്ത്രീകളും പുരുഷന്മാരും, വൽ മുതസ്വദ്ദിഖീന വൽ മുതസ്വദ്ദിഖാത്തി, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, വസ്വാഇമീന വസ്വാഇമാത്തി, നോമ്പനുഷ്ഠിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, വൽഹാഫിലീന ഫുറൂജഹും വൽഹാഫിലാത്തി, ഉഹ്യസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്തി, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും. ഒരു വിവേചനവുമില്ല. അവരുടെ പുണ്യപ്രവർത്തികൾക്കിടയിലൊന്നും യാതൊരു അകലവുമില്ല, യാതൊരു വിവേചനവുമില്ല. അല്ലാഹു തആല അവർക്ക് വലിയ പാപമോചനവും വലിയ പ്രതിഫലവുമാണ് വാഗ്ദാനം നൽകിയിട്ടുള്ളത്. സ്ത്രീ പുരുഷന്മാർക്കിടയിൽ, പുണ്യകർമ്മങ്ങൾക്കിടയിൽ, സൽക്കർമ്മങ്ങൾക്കിടയിൽ വിവേചനങ്ങൾ പാടില്ലെന്ന കൃത്യമായ നിലപാട് ഖുർആൻ പലയിടങ്ങളിലും പങ്കുവെക്കുകയാണ്. അല്ലാഹു പറയാൻ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, ആരെങ്കിലും സുഹൃതം പ്രവർത്തിക്കുകയാണ്, നല്ല പ്രവർത്തികൾ, അത് പുരുഷൻ ചെയ്താലും അത് സ്ത്രീ ചെയ്താലും അവർക്ക് നാം നല്ല ജീവിതം സമ്മാനിക്കുന്നതാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവരുടെ പ്രതിഫലം നാം അവർക്ക് സമ്മാനിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയാണ്, ആണ് പ്രവർത്തിച്ചാലും പെണ്ണ് പ്രവർത്തിച്ചാലും അത് സൽക്കർമ്മമാണെങ്കിൽ നല്ല ജീവിതം ഇഹത്തിലും പരത്തിലും സമ്മാനിക്കുന്നതാണ്. അവരുടെ പ്രതിഫലം നല്ല രീതിയിൽ തന്നെ ആണിനും പെണ്ണിനും അല്ലാഹു തആല നൽകുന്നതാണ്. ഒരു തരത്തിലുള്ള വിവേചനവുമില്ലെന്ന് ആണയിട്ടുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാണ്. സ്ത്രീകളുടെ പങ്കാളിത്തത്തോട് കൂടിയാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയ സംവിധാനവും മുന്നോട്ട് പോകേണ്ടത്. എല്ലാ പുണ്യകർമ്മത്തിലും സ്ത്രീക്കും പുരുഷനും തുല്യമായ പ്രതിഫലമാണ്. അവർക്കിടയിൽ വിവേചനങ്ങളില്ല എന്ന് വളരെ കൃത്യമായി പറയുമ്പോഴും രാഷ്ട്രീയം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പലരും സംശയിക്കുന്നത്. ഈ രൂപത്തിലുള്ള, ഈ കാലത്തിൽ ഉള്ളതുപോലെയുള്ള രാഷ്ട്രീയം ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ, ഒരുപക്ഷെ എന്നല്ല ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം, ആ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം അന്നുണ്ടായിരുന്നില്ല. എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കണം, സ്ത്രീകളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയ സംവിധാനം എക്കാലത്തും മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രതിസന്ധികളിൽ, അവിടെയാണല്ലോ കൂടിയാലോചനകൾ ഉണ്ടാവുന്നത്. പ്രതിസന്ധികളിൽ പുരുഷന്മാരോടെന്ന പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്ത്രീകളോടും കൂടിയാലോചിച്ചിരുന്നു എന്നുള്ളതാണ്. ആണുങ്ങൾ മാത്രം എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനമായിരുന്നില്ല ഇസ്ലാമിൻ്റെത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ബഹുദൈവ വിശ്വാസികളുമായി ഹുദൈബിയ സന്ധിയിൽ ഒപ്പിട്ടപ്പോൾ അതിലെ വ്യവസ്ഥകൾ പലതും സ്വഹാബിമാർക്ക് വേണ്ടത്ര ഉൾക്കൊള്ളാനായില്ല. ഉംറയ്ക്ക് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഈ വർഷം ഉംറ ചെയ്യാതെ തിരിച്ചു പോകണമെന്ന് ധാരണയായതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ബലിമൃഗങ്ങളെ അറുത്തുകൊണ്ട് തലമുണ്ടനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് ആവശ്യപ്പെട്ടപ്പോൾ സ്വഹാബിമാർക്ക് പെട്ടെന്ന് വഴങ്ങാൻ സാധിച്ചില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ തന്നെ അനുസരിക്കുന്ന സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തുല്യതയില്ലാത്ത പ്രതിസന്ധി രൂപപ്പെട്ടത് കാരണത്താൽ, ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ഒരു മനോവിഷമം ഹുദൈബിയ സന്ധിയിൽ രൂപപ്പെട്ടത് കാരണത്താൽ പെട്ടെന്ന് തന്നെ അവർ അനുസരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നില്ല. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് പ്രിയപത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം. അവര് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ ആരോടും ഒന്നും പറയാതെ അറുക്കുകയും തല മുണ്ടനം ചെയ്യുകയും ചെയ്യുക. അവര് ചിന്തിച്ചു, പ്രവാചകൻ അറുക്കുകയും തല മുണ്ടനം ചെയ്യുകയും ചെയ്താൽ അതോടെ സ്വഹാബിമാരും അത് ചെയ്തോളും, ആ പ്രശ്നം അതോടുകൂടി അവസാനിച്ചോളും എന്നവര് കരുതിയ ആ അഭിപ്രായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പങ്കുവച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൂടിയാലോചിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയുടെ പ്രവാചക പത്നിയുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുകയും തുടർന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ വിചാരിച്ചതുപോലെ തന്നെ സ്വഹാബിമാർ പ്രവാചകൻ ബലിയറുത്തതിന്റെ പിറകെ ബലിയെറുക്കുകയും തലമുണ്ഡനം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ, അതല്ലെങ്കിൽ ആരാധനയും രാഷ്ട്രീയവുമെല്ലാം ഉൾച്ചേർന്ന ഒരു വിഷയത്തിൽ, ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ അതെല്ലാം ചേർന്ന ഒരു കാര്യമായിരുന്നു. ആരാധനയും രാഷ്ട്രീയവുമെല്ലാം ഉൾച്ചേർന്ന ഒരു വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയോട് കൂടിയാലോചിക്കുന്നു. അവർക്ക് ആ സമസ്യക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നു. സഹോദരങ്ങളെ, ഈ സംഭവത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. സ്വാഹിബുൽ വഹിയായ വഹിയിന്റെ, അതല്ലെങ്കിൽ വഹിയുള്ള പ്രവാചകൻ, ആ പ്രവാചകനൊരു കൂടിയാലോചനയൊന്നും ആവശ്യമായിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചിച്ചത് ഇങ്ങനെ സ്ത്രീകളോടും കൂടിയാലോചിച്ചുകൊണ്ടാണ് ഭരണാധികാരികൾ മുന്നോട്ട് പോവേണ്ടതെന്ന വലിയ പാഠം. എത്രമാത്രം വലിയൊരു പാഠമാണ് ആ പാഠം. ചരിത്രത്തിൽ, അതല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന മുഴുവൻ ഇസ്ലാമിക സമൂഹങ്ങളെയും അറിയിക്കാൻ വേണ്ടിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചിച്ചത്. പ്രിയപത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് കൂടിയാലോചിച്ചത്. സഹോദരങ്ങളെ, പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളും കൂടി അവരുടെ തീരുമാനങ്ങളും അവരുടെ അഭിപ്രായങ്ങളും കൂടി ചേർന്നതാണ് ഇസ്ലാമിന്റെ സാമൂഹിക കാഴ്ചപ്പാട്, ഇസ്ലാമിന്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്ന് പറയുന്നത്. പുരുഷൻ മാത്രമല്ല, സ്ത്രീകളും അനുസരണ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ബൈഅത്ത്, അതാണല്ലോ ആദ്യകാല സമൂഹങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഉടമ്പടി വാങ്ങിക്കുക. ഓരോരുത്തരിൽ നിന്നും, എല്ലാ ഭരണാധികാരികൾക്കും പെർ പേഴ്സൺ, അതല്ലെങ്കിൽ ഓരോ വ്യക്തിയിൽ നിന്നും ഉടമ്പടി വാങ്ങിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മിക്കപ്പോഴും സംഭവിക്കുന്നത് ഒരു പ്രതിനിധി സഭയെ ആദ്യം രൂപപ്പെടുത്തുകയാണ്, ഒരു ജനപ്രതിനിധി സംഘത്തെ രൂപപ്പെടുത്തുകയാണ്. ആ ജനപ്രതിനിധി സംഘം എന്ന് പറയുന്നത് മുഴുവൻ സ്വഹാബിമാരെയും, അതല്ലെങ്കിൽ മുഴുവൻ വിശ്വാസികളെയും പ്രതിനിധീകരിക്കുന്ന, മുഴുവൻ മനുഷ്യരെയും പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിനിധി സംഘമാവും എന്നുള്ളതാണ്. അവരിൽ നിന്ന് ആ പ്രതിനിധി സംഘം മുഴുവൻ ആളുകളെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. ആ പ്രതിനിധി സംഘത്തിന്റെ ബൈഅത്ത് വാങ്ങുക എന്നിങ്ങനെയുള്ള രീതികളെല്ലാമായിരുന്നു ആദ്യകാല സമൂഹങ്ങളിൽ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് എന്നതോടൊപ്പം ഭരണാധികാരി കൂടിയാണ്. അവിടെ വേറെ ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കേണ്ടെന്ന് ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ പ്രവാചകനോട് സ്വഹാബിമാർ മാത്രമല്ല, സ്വഹാബി വനിതകളും സ്ത്രീകളും ധാരാളമായിട്ട് തന്നെ പല കാര്യങ്ങളിലും അനുസരണ പ്രതിജ്ഞ എടുത്തിരുന്നു എന്നുള്ളതാണ്. അതിനെയും ബൈഅത്ത് എന്നാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. അല്ലാഹു പറയാണ്, യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅകൽ മുഅ്മിനാതു യുബായിഉനക, പ്രവാചകരെ, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ നിങ്ങളുടെ അടുക്കലേക്ക് അനുസരണ പ്രതിജ്ഞയുമായിട്ട് വരുമ്പോൾ, ഖുർആനിലെ ഒരു വചനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സത്യവിശ്വാസിനികളായ സ്ത്രീകൾ, ഓ പ്രവാചകരെ, നിങ്ങളുടെ അടുക്കലേക്ക് ബൈഅത്തുമായിട്ട്, അനുസരണ ഉടമ്പടിയുമായി, പ്രതിജ്ഞയുമായിട്ട് വരുമ്പോൾ എന്നാണ് ഖുർആന്റെ പ്രയോഗം. സഹോദരങ്ങളെ, പുരുഷന്മാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസാഫഹത്ത് ചെയ്തുകൊണ്ട് പ്രവാചകന്റെ കയ്യിൽ അവരുടെ കരങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു അവരുടെ ബൈഅത്ത് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ, സ്ത്രീകൾ അത് വാക്കുകൊണ്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. കൈകൾ കൊണ്ട് അവർ ബൈഅത്ത് ചെയ്യുമായിരുന്നില്ല, അവർ വാക്കുകൾ കൊണ്ട് പ്രഖ്യാപിക്കുമായിരുന്നു എന്നെല്ലാം തന്നെ നമുക്ക് ഇതിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, എന്നാൽ പോലും സ്ത്രീകളുടെ തീരുമാനം
തീരുമാനങ്ങൾ, അവരുടെ ഉടമ്പടികൾ, അതിനെല്ലാം തന്നെ ഇസ്ലാമിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇസ്ലാമിലുണ്ട് എന്നുള്ളതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാൻ കഴിയും. ആയിഷ ബീവിയോട് ചോദിച്ചു മൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഖലിഫൻ ലവ് ഇസ്തഖലഫഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിയോഗ ഘട്ടത്തിൽ ഒരു ഖലീഫയെ പിൽക്കാലക്കാർക്ക് നിശ്ചയിച്ചു കൊടുക്കുകയായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയായിരുന്നു നിശ്ചയിച്ചു കൊടുക്കേണ്ടിയിരുന്നത്? കാലത്ത് അവർ പറഞ്ഞു അബൂബക്കർ. സംശയമില്ല, പ്രവാചകൻ ഒരു പിൻഗാമിയെ നിശ്ചയിക്കുമായിരുന്നെങ്കിൽ അതിന് ഏറ്റവും യോഗ്യനായ ആള് അബൂബക്കർ തന്നെയാണ്. ഫഖീല ലഹാ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് അടുത്ത ചോദ്യം വന്നു. സുമ്മ മിൻ ബഅദി അബീബക്കർ. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ആരെയാണ് റസൂലുള്ളാഹി നിശ്ചയിക്കേണ്ട? ഖാലത്ത് ഉമറു. ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അബൂബക്കറിന് ശേഷം ഉമറിനെയും, ഉമറിന്റെ മുമ്പ് അബൂബക്കറിനെയും, പ്രവാചകന് ശേഷം അബൂബക്കറിനെയാണ് റസൂലുള്ളാഹി. അങ്ങനെ ഒരു പ്രവാചകന് ശേഷം ഒരാളെ പ്രവാചകൻ നേരത്തെ നിശ്ചയിച്ചു വെക്കുകയായിരുന്നുവെങ്കിൽ നിശ്ചയിച്ച് ഖലീഫയാക്കി വെക്കേണ്ടിയിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. എപ്പോൾ പറഞ്ഞു? ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. പ്രവാചകന്റെ വിയോഗശേഷം ഇനി ആര് ഖലീഫയാകണം? ചോദ്യങ്ങൾ വന്നു. ആ ചോദ്യങ്ങൾക്കിടയിൽ ഉയർന്ന ഒരു ചോദ്യമാവാം ആയിഷ റളിയല്ലാഹു അൻഹയോടാണ് ചോദിക്കുന്നത്. സ്ത്രീയുടെ രാഷ്ട്രീയ തീരുമാനം പ്രധാനമാണ്, പ്രവാചക പത്നിയുടെ രാഷ്ട്രീയ തീരുമാനം പ്രധാനമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഈ സ്വഭാവത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയും നാമനിർദ്ദേശങ്ങളും വോട്ടിങ്ങും ഒന്നും മുൻകാലങ്ങളില്ല. പക്ഷേ ബൈഅത്തും ഭരണാധികാരി ആരാവണം എന്നതിലെ സ്ത്രീകളോടുള്ള കൂടിയാലോചനകളും അവരുടെ അഭിപ്രായം പറയലുമെല്ലാം ഇന്നത്തെ വോട്ടിംഗ് പ്രക്രിയക്ക് സമാനം തന്നെയാണ്. അന്നത്തെ കാലത്തുള്ള ഒരു രീതി എന്നേ ഉള്ളൂ. ജനപ്രതിനിധികൾ അങ്ങനെയായിരുന്നു ഭരണാധികാരികളെ തെരഞ്ഞെടുത്തിരുന്നത് എന്നുള്ളതാണ്. ജനപ്രതിനിധികളും ഭരണാധികാരികളുമായി വനിതകൾ തന്നെ നേരിട്ട് വരുന്നതിനെയും ഇസ്ലാം എതിർക്കുന്നില്ല എന്നുള്ളതാണ്. അതിനോടും ഇസ്ലാമിൽ അത് ഹറാമാണ്. അത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിർബന്ധിതാവസ്ഥയിൽ മാത്രം ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്നതൊന്നുമല്ല. ഇസ്ലാമിൽ അങ്ങനെ നിരുപാധികമായ ഹറാം, ഏറ്റവും ഉന്നതമായ പദവിയെ സംബന്ധിച്ച്, ഒരു രാജ്യത്തെ ഏറ്റവും ഉന്നതമായ അധികാരത്തെ സംബന്ധിച്ചുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. പക്ഷേ ഒരു ജനപ്രതിനിധിയും ആവാൻ പാടില്ല, ഒരു തരത്തിലുള്ള ജനപ്രതിനിധിയുമായി സ്ത്രീകൾ വരാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടൊന്നും ഇസ്ലാമിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ചരിത്രങ്ങളും അങ്ങനെയാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയുടെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ഇസ്ലാം സ്വീകരിച്ച സബഇലെ രാജ്ഞിയെ സംബന്ധിച്ച പ്രത്യേക പ്രശംസ തന്നെ ഖുർആനിലുണ്ട്. അതാണ് അല്ലാഹു സൂറത്തുൻ നംലിൽ വിശദീകരിക്കുന്നത്. ഒരു മരക്കൊത്തി വന്നുകൊണ്ട് സുലൈമാൻ നബിയോട് പറഞ്ഞു. പക്ഷികളും ഉറുമ്പുകളും എല്ലാം തന്നെ പ്രവാചകൻ അലൈഹി ഇസ്ലാമിയോട്, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയോട് ആശയവിനിമയം നടത്തിയിരുന്നു. പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയോട് ഒരു മുഅ്ജിസത്തായി, അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് ഖുർആൻ അത് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഏതായാലും ആ മരക്കൊത്തി വന്നുകൊണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയോട് പറയുന്നുണ്ട്, ഇന്നി വജദ്തു ഇംറഅതൻ തംലികുഹും വ ഊതിയത് മിൻ കുല്ലി ഷൈഇൻ വലഹാ അർശുൻ അലീം. ഞാനൊരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ എന്ന് പറയുന്നത് അധികാരത്തിൽ സർവ്വതും നൽകപ്പെട്ടതാണ്. ഒരു ജനതയെ ഭരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. എല്ലാ അർത്ഥത്തിലുള്ള വിഭവങ്ങളും അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ഉന്നതമായിട്ടുള്ള ഒരു സിംഹാസനമുണ്ട്. രാജകീയമായൊരു സിംഹാസനത്തിൽ ജനങ്ങളെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്ഞിയെ, ഒരു റാണിയെ ഞാൻ കണ്ടു എന്ന് ആ പക്ഷി വന്നുകൊണ്ട് പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്വലാമയോട് പറയുന്നുണ്ട്. ബഹുദൈവാരാധനയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ജനതയായിരുന്നു സബയിലെ രാജ്ഞി ബിൽഖീസിന്റെ ജനതയും ബിൽഖീസുമെല്ലാം എന്ന് പറയുന്നത്. ആ സബയിലെ രാജ്ഞിയിലേക്ക്, ബിൽഖീസിലേക്ക് പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്വലാം സന്ദേശം അയക്കുന്നുണ്ട്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശമാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ വിശദീകരിച്ചുകൊണ്ടുള്ള സന്ദേശമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അവസാനം ആ രാജ്ഞി മുസ്ലിമായി കൊണ്ട് പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക് വരുന്ന രംഗം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൻ നംലിലെ 23 മുതൽ 44 വരെയുള്ള വചനങ്ങൾ സുലൈമാൻ നബി അലൈഹി സ്വലാമയുടെ സബയിലെ രാജ്ഞിയോടുള്ള സംവാദങ്ങളും ആശയവിനിമയങ്ങളും പറയുന്നതാണ്. അവരിലേക്കുള്ള സന്ദേശങ്ങൾ വിശദീകരിക്കുന്നതാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സബയിലെ രാജ്ഞിയെ വിശദീകരിക്കുമ്പോൾ മോശപ്പെട്ട ഒരു ചക്രവർത്തിനിയായിട്ടല്ല പരിചയപ്പെടുത്തുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മോശപ്പെട്ട ഒരു സ്ത്രീ ആയിട്ടല്ല, അതല്ലെങ്കിൽ ഒരു സ്ത്രീ ഭരണാധികാരിയായിട്ടല്ല ഖുർആൻ ആ സ്ത്രീയെ പരിചയപ്പെടുത്തുന്നത്. മറിച്ച് ശക്തിയും വിവേകിയുമായ
അഹങ്കാരങ്ങൾ ഒട്ടും തൊട്ട് തീണ്ടാത്ത ഒരു ഭരണാധികാരിയായിട്ടാണ് സബയിലെ രാജ്ഞിയെ, സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ ഇസ്ലാം സ്വീകരിച്ച സബയിലെ രാജ്ഞിയെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ബിൽഖീസ് റളിയല്ലാഹു അൻഹയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ സുലൈമാൻ നബിയുടെ സന്ദേശം ലഭിക്കുമ്പോൾ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശം ലഭിക്കുമ്പോൾ ഇതിൽ നമ്മൾ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് അവരവിടുത്തെ ജനപ്രതിനിധികളുമായിട്ട് കൂടിയാലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് പറയുമ്പോൾ അവർ ഉചിതമായ തീരുമാനത്തിലേക്ക് പക്വതയോടുകൂടി എത്തിച്ചേരുന്ന അവസ്ഥയും സാഹചര്യങ്ങളും എല്ലാം ഉണ്ട്. ആ അർത്ഥത്തിൽ എല്ലാ രീതിയിലുള്ള അവധാനതകളുമുള്ള, അവിവേകങ്ങൾ ഒരിക്കലും തന്നെ തൊട്ട് തീണ്ടാത്ത, അഹങ്കാരമില്ലാത്ത ശക്തയായ ഒരു ഭരണാധികാരിയായിട്ടാണ് ബിൽഖീസ് റളിയല്ലാഹു അൻഹയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് സ്ത്രീകളായിട്ടുള്ള ഭരണാധികാരികൾ മോശമാണ് എന്നുള്ള കാഴ്ചപ്പാട് ഒരിക്കലും തന്നെ ഖുർആൻ മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പറഞ്ഞ ആശയങ്ങൾക്കെതിരെയും ചില മറുവാദങ്ങളുണ്ട്. മറുവാദങ്ങൾ പലപ്പോഴും നമ്മൾ അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച സ്ത്രീവള്ളി പ്രവേശനം പറഞ്ഞപ്പോഴും നമ്മൾ മറുവാദങ്ങൾ ഒരുപാട് പറഞ്ഞിരുന്നു. ഈ വിഷയത്തിലും മറുവാദങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന് ചില ഹദീസുകളുടെ സന്ദർഭം മനസ്സിലാക്കാതെയുള്ള വായനയും വിശദീകരണങ്ങളുമാണ്. ഒരു ഹദീസ് ഇപ്രകാരമാണ്: ആ ഹദീസിന്റെ പരിഭാഷയായിട്ട് സ്ത്രീകളെ ജനപ്രതിനിധികളാക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ ഇപ്രകാരം പറയും: സ്ത്രീയെ ഭരണാധികാരം ഏൽപ്പിച്ച ജനത വിജയിക്കുകയില്ല എന്ന ഹദീസിന്റെ പരിഭാഷയായിട്ട് പറയും. സഹോദരങ്ങളെ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ ഏറ്റവും ഉന്നതമായ ഖിലാഫത്ത് സ്ത്രീകളെ ഏൽപ്പിക്കരുതെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. എന്നാൽ ഈ ഹദീസിന്റെ പശ്ചാത്തലം ഒന്നുകൂടി മനസ്സിലാക്കണം എന്ന് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരുമുണ്ട്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു അഭിപ്രായം ഉന്നതാധികാരം പോലും സ്ത്രീകൾ മാത്രമേ ആകാൻ പാടുള്ളൂ എന്ന നിലപാടിലേക്ക് എത്തിച്ചേരില്ല എന്നാണ് അവർ പറയുന്നത്. അതിന്റെ പശ്ചാത്തലം, അതിന്റെ സന്ദർഭം ഒന്നുകൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതിനു ശേഷം പല രാജാക്കന്മാർക്കും കത്തയക്കുന്ന കൂട്ടത്തിൽ പേർഷ്യൻ രാജാവിനും ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള കത്തയക്കുന്നു. പേർഷ്യൻ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ചിന്തിക്കളയുന്നു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനെ അപമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അധികം താമസിയാതെ പേർഷ്യൻ രാജാവ് മരിക്കുകയും രാജാവിന്റെ മരണശേഷം ഒരു സ്ത്രീയാണ്, ഒരു രാജ്ഞിയാണ് അധികാരിയായിട്ട് വാഴിക്കപ്പെട്ടത്. ആ വിവരമറിഞ്ഞപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാജ്ഞി അധികാരിയായിട്ട് വാഴിക്കപ്പെട്ട വിവരം പേർഷ്യയിൽ നിന്ന് ലഭിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്: ലൈ യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറഅതൻ. ആ പെണ്ണൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ആ പെണ്ണിന് അധികാരം ഏൽപ്പിച്ച ജനതയൊന്നും വിജയിക്കാൻ പോകുന്നില്ല. പേർഷ്യൻ ജനതയോടുള്ള നൈമഷികമായ, സാന്ദർഭികമായ ഒരു നീരസം, അതൃപ്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിക്കുക മാത്രമാണ് അതിലൂടെ ചെയ്തത്. മറിച്ച് പെണ്ണിനെ ഒരിക്കലും ഒരു നിലക്കും അധികാരം ഏൽപ്പിക്കാൻ പാടില്ല, അവർ ജനപ്രതിനിധികളാവാൻ പാടില്ല എന്ന ഒരു തത്വമോ വിധിയോ പറയുകയായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആധുനികരായ പണ്ഡിതന്മാർ, ഷെയ്ഖ് റാഷിദ് അൽ ഖനൂഷിയെ പോലെ പണ്ഡിതന്മാർ അത്തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അധികാരം ഏൽപ്പിക്കുക എന്ന് വിലക്കപ്പെട്ട ഒരു സംഗതിയാണെങ്കിൽ പോലും അത് ഉന്നതാധികാരത്തിന് മാത്രം ബാധകമായ കാര്യമാണ് എന്നതാണ് ഭൂരിപക്ഷം ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാരുടെയും വീക്ഷണം. ഉന്നതാധികാരം, ഏറ്റവും ഉയർന്ന അധികാരം, അത് സ്ത്രീകളെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് ഏൽപ്പിച്ചുകൂടെന്നുള്ള ഒരു വലിയ അഭിപ്രായം, അതല്ലെങ്കിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതും എല്ലാവരും ഒരുപോലെ ഏകോപിതമായിട്ട് അംഗീകരിച്ചിട്ടുള്ള അഭിപ്രായമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ജനപ്രതിനിധികളായും ഉന്നതാധികാരത്തിന്റെ താഴെയുള്ള അധികാര പദവികളിലേക്കും സ്ത്രീകൾ കടന്നു വരിക എന്ന ആശയത്തെ അങ്ങേയറ്റം യാഥാസ്ഥിക ബോധമുള്ള പണ്ഡിതന്മാരും അത്തരം വീക്ഷണമുള്ള ആളുകളുമല്ലാതെ ആരും എതിർക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും അവരുന്നയിക്കുന്ന മറുചില വാദങ്ങൾ കൂടിയുണ്ട്. അത്തരം വാദങ്ങളിലൊന്നാണ് വിശുദ്ധ ഖുർആനിൽ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പുരുഷന്മാർ അവരാണ് സ്ത്രീകളുടെ നാഥന്മാർ എന്ന് ഖുർആന്റെ പ്രയോഗമുണ്ടല്ലോ. സ്ത്രീകളുടെ നായകന്മാർ പുരുഷന്മാരാണെന്ന് പറയുന്നത് അത് ഗാർഹിക ജീവിതത്തിലാണ്, അത് കുടുംബ ജീവിതത്തിലേക്ക് മാത്രം പരിമിതമായ വചനമാണ്. മറ്റുള്ള
മേഖലയിലേക്ക് ഈ വചനത്തിന്റെ ഉള്ളടക്കം വിശാലമാവും എന്നീ വചനത്തിൽ നിന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ വചനത്തിൽ തന്നെ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ എന്താ? ബിമാ ഫല്ലലല്ലാഹു ബഅദുഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അവരിൽ ചിലരേക്കാൾ ശ്രേഷ്ഠരാക്കിയ കാരണത്താലും അതുപോലെ തന്നെ അവരുടെ ധനത്തിൽ നിന്ന് അവരാണ് ചെലവഴിക്കുന്നത്. കുടുംബത്തിൽ പുരുഷൻ ചെലവഴിക്കുന്നു എന്നതാണ് നായകത്വ പദവിയുടെ ഒരു അടിസ്ഥാനമായിട്ട് ഖുർആൻ പറയുന്നത്. ഏതായാലും ഇതൊരു ഗാർഹിക വിഷയമാണ്, ഇതൊരു കുടുംബ വിഷയമാണ്, ഇതൊരു വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അതിനപ്പുറത്തുള്ള സാമൂഹിക രാഷ്ട്രീയ മേഖലയിലേക്ക് ആൺപെൺ അധികാരങ്ങളെ വേർതിരിച്ചുന്ന ഇടമാക്കിയിട്ട് ഖുർആന്റെ അതല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രചോദനമാക്കി ഖുർആനിലെ ഈ വചനത്തെ മനസ്സിലാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിൽ തന്നെ സ്ത്രീകൾക്ക് പങ്കാളിത്തം വഹിക്കാമെന്നുള്ളതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലയാളികളെ ഉടൻ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ വലിയൊരു പോരാട്ടം നയിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. രാജ്യത്തെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ രൂപത്തിലാണ്. ഇതൊക്കെ ചരിത്രത്തിൽ എല്ലാവരും വായിക്കുന്ന ചരിത്രമാണ്. ആർക്കും മറച്ചു വെക്കാൻ കഴിയാത്ത ഇസ്ലാമിക അതല്ലെങ്കിൽ മുസ്ലിം ചരിത്രം എന്നുള്ളതാണ്. രാജ്യത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ രൂപത്തിലാണ് അന്നവർ ആയിഷ ബീവി സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പ്രവർത്തിച്ചതെന്ന് ആധുനിക ഇസ്ലാമിക പണ്ഡിതനായ റാഷിദുൽ ഖനൂഷി വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരന്നവരിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിമാരടക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിമാർ അടക്കം ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിലുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് അതിൽ ഖേദം പ്രകടിപ്പിച്ചു. അതല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രം പിന്നീട് അതിനെ ചോദ്യം ചെയ്തു. ശരിയാണ്, പക്ഷെ ആ വിഷയം എന്താണ്? ഒരു പെണ്ണ് പങ്കാളിത്തം വഹിച്ചു എന്നതായിരുന്നില്ല ചരിത്രത്തിൽ ആയിഷക്കെതിരെ ആ വിഷയത്തിൽ ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ പോരാട്ടം നയിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള വിഷയമായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ അങ്ങനെ ഒരു പോരാട്ടം വേണ്ടിയിരുന്നില്ല. പക്ഷേ ഒരു സ്ത്രീ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുക എന്നത് ഒരു ശരിയായ നടപടിക്രമമല്ല. ആയിഷ അങ്ങനെയാണ് തെറ്റ് ചെയ്തത് എന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷെ അലിയാരുടെ കൂടെയാണ് അന്നത്തെ ന്യായമുള്ളത്. അലി റളിയല്ലാഹു അൻഹുവാണ് ശരിയുടെ രാഷ്ട്രീയം പറയുന്നത് എന്ന് മാത്രമല്ല, പ്രവാചകന്റെ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ പ്രവാചകന്റെ പത്നിയായിട്ടുള്ള ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പോരാട്ടത്തിനിറങ്ങിയത് ശരിയായില്ല, അത് ഉചിതമായില്ല എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പെണ്ണായതുകൊണ്ട് പ്രതിപക്ഷ നിരക്ക് നേതൃത്വം കൊടുത്തത് ശരിയായില്ല എന്ന അഭിപ്രായം അവിടെയും ഉണ്ടായിട്ടുള്ള സഹോദരങ്ങൾ. മുസ്ലിം പാരമ്പര്യത്തിലും സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾ ശരീരമൊന്നും മറക്കാതെ നിർലജ്ജമായിട്ട് തെരുവിലിറങ്ങി അങ്ങനെ സമരം നയിച്ചു, അതല്ലെങ്കിൽ രാഷ്ട്രീയ പങ്കാളിത്തം നടത്തി എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. വളരെ കൃത്യമാണ് നമ്മുടെ നിലപാട്. അതോടൊപ്പം തന്നെ അപായ ധരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അലി സഹോദരന്മാരുടെ മാതാവും അവരുടെ പത്നിമാരും ചരിത്രത്തിലുണ്ട്. സഹോദരങ്ങളെ, അവരെല്ലാം ചരിത്രത്തിൽ ഈ പോരാട്ടങ്ങൾക്ക് അതല്ലെങ്കിൽ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഇസ്ലാമിക പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ വഴിയിൽ ഉറച്ചെന്നുകൊണ്ട് തന്നെയായിരുന്നു അലി സഹോദരന്മാരുടെ ഉമ്മയും അവരുടെ ഇണകളുമെല്ലാം സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ സ്ത്രീകളുടെ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തന്നെ സ്ത്രീകൾക്ക് ഒരു ഇടവും ഉണ്ടാവാൻ പാടില്ല എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾക്കോ അതല്ലെങ്കിൽ ശരിയായ ഇസ്ലാമിക പാരമ്പര്യത്തിനോ നിരക്കുന്ന വാദമല്ല എന്ന് തന്നെയാണ് നമ്മുടെ നിലപാടായി നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിനാൽ തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തത്തിൽ യാഥാസ്ഥിക പണ്ഡിതന്മാരുടെ നിലപാട് തീർച്ചയായിട്ടും തള്ളിപ്പറയേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അത് നിരോധിക്കപ്പെട്ട കാര്യമാണ്. ഇന്ന് നാട്ടിൽ വല്ല പങ്കാളിത്തവും ജനപ്രാതിനിധ്യവും നിർവഹിക്കുന്നുണ്ട് എങ്കിൽ അത് നിർബന്ധിതാവസ്ഥയുടെ ഭാഗമാണ് എന്നൊരു നിലപാടല്ല. സ്ത്രീകൾക്ക് ജനപ്രാതിനിധ്യം നിർവഹിക്കാവുന്നതാണ് എന്നൊരു നിലപാട് തന്നെയാണ് ശരി. പക്ഷേ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് അത് നിർവഹിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ലിബറലിസ്റ്റുകൾ പറയുന്നത് പോലെ ഒരു നിയന്ത്രണവും പാലിക്കാതെ സർവതന്ത്ര സ്വതന്ത്രമായാണ് ആൺ പുരുഷ അതുപോലെ സ്ത്രീ രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത്. സ്ത്രീകളും പുരുഷന്മാരും പങ്കാളിത്തം വഹിക്കുന്ന ഇടമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവിടെ ഒരു നിയന്ത്രണവും ആവശ്യമില്ല, സർവതന്ത്ര സ്വതന്ത്രമായ മുന്നോട്ട് പോകേണ്ടത്. അതൊരു ലിബറൽ വാദമാണ്. ലിബറലിസ്റ്റുകളാണ് ഇത് വാദിക്കുന്നത് എന്ന് അതിനർത്ഥമാക്കേണ്ടതില്ല. പക്ഷെ രാഷ്ട്രീയത്തിൽ അങ്ങനെയെല്ലാം മതി എന്ന് പറയുന്നതും ഒരു ലിബറൽ വാദം തന്നെയാണ്. ആ വാദത്തെയും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് സ്ത്രീ പുരുഷ സമ്പർക്ക രാഷ്ട്രീയം അതല്ലെങ്കിൽ ഇരുകൂട്ടരും ഒരുമിച്ച് കൊണ്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത്. അതിൽ ആണിനും പെണ്ണിനും ശ്രദ്ധിക്കാൻ കാര്യങ്ങളുണ്ട്, പെണ്ണിന് മാത്രം ശ്രദ്ധിക്കാൻ കാര്യങ്ങളുണ്ട് എന്ന്
പറഞ്ഞേക്കരുത്. ആണും പെണ്ണും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ശ്രദ്ധിക്കാതെയുള്ള പൊതുപ്രവർത്തനങ്ങൾ ആയിട്ട് നമ്മുടെ പൊതുപ്രവർത്തനങ്ങൾ ചുരുങ്ങിപ്പോവാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ കുടുംബനാഥനും നാഥയും കൂടിയാണ്. നാം ഒരു പൊതുപ്രവർത്തകനാണ്, അതല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവാണ് എന്ന് പറയുന്നതിന്റെ മുന്നോടിയായിട്ട് നാം ഒരു കുടുംബനാഥനും നാഥയുമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി വറജുലു റാഇൻ ഫീ അഹ്ലി ബൈതിഹി വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി വൽ മർഅതു റാഇയത്തുൻ ഫീ അഹ്ലി ബൈതിഹാ വ മസ്ഊലത്തുൻ അൻ റഇയതിഹി. നിങ്ങളുടെ ഏറ്റവും വലിയ പൗരന്മാരെന്ന് പറയുന്നത്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഭരണീയരെന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മക്കളും അതുപോലെ നിങ്ങളുടെ കുടുംബവും അടങ്ങുന്ന ഭരണീയരാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭരണീയരെ കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ്. ഒരു പുരുഷൻ തന്റെ കുടുംബത്തിൽ ഭരണാധികാരിയും അതുപോലെ തന്നെ തന്റെ മക്കളും ഭാര്യയുമാവുന്ന ആ പൗര സമൂഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. ഒരു സ്ത്രീയും തന്റെ കുടുംബത്തിലെ ഭരണാധികാരിയാണ്, കുടുംബനാഥയാണവർ. അവരുടെ ഭരണീയരെ സംബന്ധിച്ച് അവർ ചോദിക്കപ്പെടും. എത്ര മനോഹരമാണ് ഖുർആന്റെ പ്രയോഗം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം എത്ര കൃത്യമാണ് സഹോദരങ്ങളെ. ഇന്ന് നമ്മുടെ റേഷൻ കാർഡുകളിൽ കുടുംബനാഥ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ പേര് എഴുതി വെക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു, വൽ മർഅതു റാഇയത്തുൻ ഫീ അഹ്ലി ബൈതിഹാ വമസ്ഊലത്തുൻ അൻ റഇയതിഹാ. ഒരു സ്ത്രീയും തന്റെ വീട്ടിലെ തന്റെ കുടുംബത്തിലെ നാഥയാണ്, തന്റെ ഭരണീയരെ സംബന്ധിച്ച് അവരോട് ചോദിക്കപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ നമ്മുടെ ഭരണകേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണ്. ആ വീട് നന്നാക്കാനുള്ള പരിശ്രമങ്ങൾ, ഒരു വീട്ടിലെ മേൽനോട്ടക്കാരനാണ് നമ്മളെന്നുള്ള അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ഗ്രഹാന്തരീക്ഷത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നിലപാടുകളെ അള്ളാഹു സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. ഒരു കുടുംബനാഥ എന്ന തലത്തിൽ മുന്നോട്ട് പോകണം. ഒരു കുടുംബനാഥൻ എന്ന തലത്തിൽ 3 കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന്, ആധുനിക ലിബറൽ ചിന്തകളിൽ നിന്ന് നമ്മുടെ മക്കളെയും ശിർക്ക് ബിദ്അത്തുകളിൽ നിന്നും അനിസ്ലാമിക ആചാരങ്ങളിൽ ധൂർത്തിൽ നിന്നും ദുർവ്യയത്തിൽ നിന്നും നമ്മുടെ മുതിർന്നവരെയും മോചിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ മക്കളെ ലിബറൽ ചിന്തകളിൽ നിന്നും, നമ്മുടെ മുതിർന്നവരെ ശിർക്ക് ബിദ്അത്തുകളിൽ നിന്നും ധൂർത്തിൽ നിന്നും ദുർവ്യയത്തിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ആരാധനാനുഷ്ഠാനങ്ങളിലും ദീനീ ചിട്ടകളിലും നമ്മുടെ സന്താനങ്ങൾക്ക് നല്ല പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഇണകൾ തമ്മിലുള്ള ഹുക്കൂക്കുകൾ ശരിയാവണ്ണം പാലിക്കുക. രണ്ടാമത്തേത്, നമ്മുടെ മക്കൾക്ക് ആരാധനാനുഷ്ഠാനങ്ങളിലും ദീനീ ചിട്ടകളിലും സ്വഭാവ സംസ്കരണത്തിലും നല്ല പരിശീലനം കൊടുക്കുക. മൂന്നാമത്തേത്, ഇണകൾ തമ്മിലുള്ള ഹുക്കൂക്കുകൾ ശരിയാവണ്ണം പാലിക്കുകയും ഇണകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്ലാമികമായി സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നാടിനെ ഇസ്ലാമികവൽക്കരിക്കാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളില്ല. മാതാപിതാക്കളെ സ്വാധീനിക്കാൻ, മുതിർന്ന പൗരന്മാരെ അവരങ്ങനെ ശിർക്ക് ബിദ്അത്തുകൾ ചെയ്ത് ജീവിക്കുന്നു. പക്ഷേ അവിടുത്തെ യുവാക്കളോ അവര് വലിയ പരിഷ്കർത്താക്കളായി നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ആളുകളായി ജീവിക്കുന്നു. അങ്ങനെയല്ല സഹോദരങ്ങളെ, എല്ലാവരും പറയണം. പക്ഷേ പറഞ്ഞിട്ട് ഒരു പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാവണമെന്നില്ല, ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. മാറ്റേണ്ടത് പടച്ച തമ്പുരാനാണ്. എന്നാലും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാവണം, ഇസ്ലാമികമായി സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അതല്ലാതെ ഭാര്യയുടെ വഴിക്കും ഭർത്താവ് ഭർത്താവിന്റെ വഴിക്കും മക്കളുടെ വഴിക്കും ജീവിക്കുക എന്നുള്ളതല്ല. അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുപ്രവർത്തനം നമ്മുടെ വീട്ടിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് എന്ന് പറയുന്നതിന്റെ മുന്നോടിയായി നമ്മിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് എന്ന് പറയണം. ആദ്യം നമ്മൾ നന്നാവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാനുള്ള ശ്രമങ്ങൾ. അതാണ് ഇമാം ഹസനുൽ ബന്നാ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അസ്സിസു ദൗലത്തൽ ഖുർആനി അവ്വലൻ ഫീ ഖുലൂബിക്കും. നിങ്ങൾ ഖുർആനിന്റെ രാഷ്ട്രത്തെ ആദ്യം നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് സ്ഥാപിക്കേണ്ടത്. ഹൃദയങ്ങൾ സംസ്കൃതമാവട്ടെ, ഹൃദയങ്ങളെ, വ്യക്തിത്വത്തെ ആദ്യം സംസ്കരിക്കുക. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ ഗാർഹിക കുടുംബ അന്തരീക്ഷത്തെയും അങ്ങേയറ്റം ദീനിയാക്കാൻ
നേടാൻ ശ്രമിക്കുക. ഇനി പൊതുരംഗത്തേക്ക് വരുമ്പോഴും നമ്മളൊരു ലിബറലിസ്റ്റിന്റെ മനസ്സോടുകൂടി ആൺപെൺ നിയന്ത്രണങ്ങളില്ലാതെ തെരുവിൽ തുള്ളുന്ന രാഷ്ട്രീയക്കാരായിട്ട് മാറാൻ പാടില്ല, രാഷ്ട്രീയക്കാരിയായിട്ട് മാറാൻ പാടില്ല. ആൾക്കൂട്ടത്തെ കാണുമ്പോൾ നിയന്ത്രണങ്ങൾ വിട്ടുപോവാൻ പാടില്ല. അത്തരം സന്ദർഭങ്ങളിലാണ് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം എന്ന് പറഞ്ഞുകൊള്ളുന്നത്. സഹോദരങ്ങളെ, വഖർന ഫീ ബുയൂത്തികുന്ന വലാ തബർറജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ എന്നൊരു വചനവും ഖുർആനിലുണ്ട്. നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജാഹിലിയ്യത്തിന്റെ അഴിഞ്ഞാട്ടങ്ങൾ അഴിഞ്ഞാടരുത്. അനിസ്ലാമിക ജീവിതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള അഴിഞ്ഞാട്ടം നിങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്നത് ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് പൊതുവെ പറയുമ്പോൾ വ്യക്തമായും കൃത്യമായുമുള്ള നിലപാടെന്ന് പറയുന്നത് സ്ത്രീ പങ്കാളിത്തം രാഷ്ട്രീയത്തിൽ അനുവദനീയം മാത്രമല്ല, ഗവൺമെന്റുകൾ സംവരണം ഏർപ്പെടുത്തിയാലും ഇല്ലെങ്കിലും അത് അനുവദനീയമാണ്. പക്ഷേ സഹോദരങ്ങളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലുള്ള സംവരണം ഏർപ്പെടുത്തിയ പുതിയ കാലത്ത് അത് അനുവദനീയം മാത്രമല്ല, അതൊരാവശ്യമോ അതല്ലെങ്കിൽ അനിവാര്യമോ ആണെന്ന് പറയേണ്ടി വരും സഹോദരങ്ങളെ. പക്ഷേ ഇസ്ലാമികമായ മര്യാദകൾ, സ്ത്രീ പുരുഷ സമൂഹമാവുമ്പോൾ അവിടെ പാലിക്കേണ്ടുന്ന ഇസ്ലാമിക മര്യാദകൾ ആവർത്തിച്ചുകൊണ്ട് 4 കാര്യങ്ങൾ കൂടി പറയാണ്. പറഞ്ഞ കാര്യങ്ങളല്ല, അത് സ്ത്രീ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടുന്ന 4 കാര്യങ്ങൾ, അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ലിബറലിസ്റ്റുകളുടെ മനോഭാവത്തോട് കൂടിയുള്ള ഒരു സാമൂഹിക ഇടപെടലല്ല സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചിരിക്കുന്ന സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. മറിച്ച് അവിടെ ആദാബുകളുണ്ട്, 4 മര്യാദകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതിലൊന്ന്, മനസ്സിൽ ദുർവിചാരം ഉണ്ടാവുന്ന രീതിയിൽ സ്ത്രീ പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത് എന്നുള്ളതാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞ ഫലാ തഖലഅന ബിൽ ഖൗലി ഫയതമഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുല്ല ഖൗലൻ മഅറൂഫാ. നിങ്ങൾ വാക്കുകൾ കൊണ്ട് കൊഞ്ചിക്കൊഴിയരുത്, നിങ്ങളുടെ സംസാരത്തിൽ വാക്കുകൾ കൊണ്ട് കൊഞ്ചിക്കഴിയരുത്. സ്ത്രീകളോട് പറയാണ്, അങ്ങനെയാണെങ്കിൽ മനസ്സിൽ മോശം വിചാരമുള്ള ആളുകൾ അവർ നിങ്ങൾ ആഗ്രഹിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് വഖുല്ല ഖൗലൻ മഅറൂഫാ, വളരെ മാന്യമായ രീതിയിൽ നിങ്ങൾ പൊതുയിടത്തിൽ സംസാരിക്കുക എന്ന് അല്ലാഹു പറയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, വികാരേച്ഛയോടുകൂടിയുള്ള നോട്ടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നോട്ടങ്ങൾ നിയന്ത്രിക്കുവാൻ പുരുഷനോടും സ്ത്രീയോടും പറഞ്ഞു. വികാരേച്ഛയോടുകൂടിയുള്ള നോട്ടങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സത്യവിശ്വാസികളോട് നിങ്ങൾ പറയണം, അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തുകയും അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. സത്യവിശ്വാസികളോട് നിങ്ങൾ അങ്ങനെ പറയണം. സത്യവിശ്വാസിനികളോടും നിങ്ങൾ അങ്ങനെ പറയണം എന്ന് തുടർന്ന് പറയുന്നുണ്ട്. എന്താ പറയേണ്ടത്? അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുകയും ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ദാലിക അസ്കാലഹും, അതാണ് അവർക്ക് ഏറ്റവും വിശുദ്ധമായിട്ടുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ അല്ലാഹു തആല വളരെ കൃത്യമായിട്ട് അറിയുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് രണ്ടാമത്തെ ബാധ്യത എന്ന് പറയുന്നത്. വികാരേച്ഛയോടുകൂടിയുള്ള നോട്ടങ്ങൾ ഒഴിവാക്കുക. മൂന്നാമത്തേത്, സ്ത്രീ പുരുഷന്മാർ പരസ്പരമുള്ള ഹസ്തദാനങ്ങൾ ഒഴിവാക്കുക. പൊതു ഇടമാണ്, അതുകൊണ്ട് ആ ഇടത്തിൽ എന്തുമാവാം എന്നുള്ള ചിന്ത പാടില്ല. ഔദ്യോഗിക പദവിയിലോ അതല്ലെങ്കിൽ പരിചയത്തിലോ ഉള്ള സ്ത്രീകളാണെങ്കിൽ പോലും കൈപിടിക്കാതെ തന്നെ അവരെ അഭിവാദ്യം ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിഅയ്യുതഅന ഫീ റഅസി അഹദികും ബിമിഖ്യത്തിൻ മിൻ ഹദീദിൻ ഖൈറുൽ ലഹു മിൻ അയ്യമസ്സംറഅതൻ ലാ തഹല്ലു ലഹു. ഒരു മനുഷ്യൻ അയാൾക്ക് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഉത്തമം ഒരു സൂചി എടുത്തുകൊണ്ട് തന്റെ തലയിൽ തറക്കുന്നതാണ്. തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ ഒരാൾക്ക് ഉത്തമം ഒരു സൂചി എടുത്തുകൊണ്ട് അയാളുടെ തലയിൽ തറക്കുന്നതാണ്. അതിന് മാത്രം മോശമായിട്ടുള്ള കാര്യമാണ് അന്യ സ്ത്രീകളെ പരസ്ത്രീ പുരുഷന്മാരെ പരസ്പരം സ്പർശിക്കുക എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ കാര്യമെന്ന്. നാലാമത്തേത്, ഒരു ഘട്ടത്തിലും ഓഫീസിലോ അതല്ലെങ്കിൽ പൊതുയിടത്തിൽ ഒരുമിച്ചാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. പക്ഷേ ഒറ്റക്കാവാതിരിക്കാനുള്ള ശ്രമം. ഒരു സ്ഥാപനത്തിലും ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്കാവുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അങ്ങനെ ആ സ്ത്രീയും പുരുഷനും മോശമായതുകൊണ്ടല്ല, അങ്ങനെ ഒറ്റക്കായി കഴിഞ്ഞാൽ പിശാചവരിൽ പ്രേരണ ചൊലുത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അതുകൊണ്ട് ഇത്തരം മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ് സമൂഹത്തിൽ ആവശ്യം. അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും അവഗണിക്കാതെ ആവണം നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകൾ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സ്ത്രീ സമൂഹത്തിന്റെ പങ്കാളിത്തം കൂടി ഉണ്ടാവുമ്പോൾ 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, പരസ്പരം പറഞ്ഞതുപോലെ പരസ്പരം കൊഞ്ചിക്കൊഴയുന്ന രീതിയിലുള്ള സംസാരം ഒഴിവാക്കിക്കൊണ്ട് മാന്യമായ സംസാരം മാത്രം നടത്തുക എന്നുള്ളതാണ്. 2, വികാരേച്ഛയോടുകൂടിയുള്ള നോട്ടങ്ങൾ ഒഴിവാക്കുക. 3, പരസ്പരമുള്ള ഹസ്തദാനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. 4, സ്ത്രീ പുരുഷന്മാർ ഒരിക്കലും
ഒരിടത്തും ഒറ്റക്കാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇത്തരം സൂക്ഷ്മതയോടുകൂടിയുള്ള സമീപനമാണ് ഇസ്ലാമിൻ്റെത്. അതാണ് ഇസ്ലാമിന്റെ മധ്യമ സമീപനം എന്ന് പറയുന്നത്. ആ മധ്യമ സമീപനമാണ് ഇസ്ലാമിന്റെ ബേസിൽ നിന്നുകൊണ്ട് സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സ്ത്രീകൾ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നിലപാടെന്ന് പറയുന്നത്. ആ നിലപാട് പാലിക്കുവാനും ലോകത്തിനെ ആ നിലപാട് പരിചയപ്പെടുത്തുവാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് പോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവാനും വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കാനും സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യാനും അള്ളാഹു നമുക്കെല്ലാവർക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുവാൻ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റണമേ നാഥ. ഞങ്ങളുടെ മക്കൾക്ക് തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം നീ വർദ്ധിപ്പിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ മുതിർന്ന പൗരന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളുടെ മുതിർന്ന പൗരന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ പ്രത്യേകം രക്ഷപ്പെടുത്തിക്കൊണ്ട് നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, അപകട മരണങ്ങളിലും പെട്ടെന്നുള്ള മരണങ്ങളിലും മാരകമായ രോഗങ്ങളിലും മറ്റെല്ലാ ദുരിതങ്ങളിലും പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ട ആളുകളെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. കടങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ ഞങ്ങളുടെ പെരടികളെ നീ മോചിപ്പിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യണമേ നാഥ. പടച്ചവനെ നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ പടച്ചവനെ നിനക്ക് കൂടാനക്കൂടി അനുയായികളുണ്ട്. അള്ളാഹുവേ, നിനക്ക് കൂടാനക്കൂടി ദാസന്മാർ, അടിമകളുണ്ട്. പടച്ചവനെ നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ പടച്ച തമ്പുരാനെ, പടച്ചവനെ ഞങ്ങൾക്ക് അല്ലാ എന്ന് വിളിക്കാൻ പടച്ചവനെ സൃഷ്ടാവായി, നാഥനായി, റബ്ബായി, ഉടമസ്ഥനായി നീ മാത്രമേ ഉള്ളൂ. പടച്ചവനെ, നിന്റെ ദാസന്മാരുടെ അള്ളാഹുവേ, നിന്റെ ദാസന്മാരുടെ സതുദ്ദേശപരമായ എല്ലാ അപേക്ഷകളും നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഹലാലായ എല്ലാ മുറാദുകളും നീ സഫലീകരിച്ച് തരയണമേ റബ്ബേ. അള്ളാഹുവേ, സഫലീകരിച്ച് കൊടുക്കണമേ തമ്പുരാനെ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمؤمنات
المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار، إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.